നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെന്നീസ് റോയൽ ടൂർസിനോടൊപ്പമുള്ള ജപ്പാൻ യാത്രയുടെ 6ാം ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നഗോയ എന്ന സ്ഥലത്താണ്. ഇന്ന് രാവിലെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ക്യോട്ടോ എന്ന സ്ഥലത്തേക്കാണ്. ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്, മാരിയറ്റ്. മേലോട്ട് ക്യാമറ എത്തുമെന്ന് പോലും അറിഞ്ഞുകൂടാ, അത്രയും പൊക്കത്തിലാണ്. 52 നില അല്ലേ? നമ്മൾ താമസം 29 നിലയിലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ, നഗോയ മെട്രോ സ്റ്റേഷനോട് ചേർന്ന്, അതായത് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഹോട്ടലിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു നിർമ്മാണ രീതി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ക്യോട്ടോയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ബെന്നിയുണ്ട്. ബെന്നി, എന്തൊക്കെയാണ് ക്യോട്ടോയിലെ കാഴ്ചകൾ? അതിന് മുമ്പ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ 2 വർഷം തികച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാ എന്താ കണ്ടത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലേ, ലാൽസലാം സഖാവ് ചുവന്ന ടീഷർട്ടൊക്കെ കണ്ടിരിക്കുന്നത്. ഒരു ഇത്തിരി ചെറുത്, അത്ര കൂടെ ആയിട്ടില്ല. അപ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്താണ് പരിപാടി ക്യോട്ടോയിൽ? ഇന്ന് ക്യോട്ടോയിൽ പ്രധാനമായിട്ടും അതൊരു വില്ലേജാണ്. അവിടെ ഒരു ബാംബു ഫോറസ്റ്റ് എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ടഡോജി എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു ടെമ്പിൾ, ടഡോജി അല്ല, നിജോ എന്ന് പറഞ്ഞൊരു കാസിൽ. അങ്ങനെ പ്രധാനമായിട്ട് ഈ ക്യോട്ടോയുടെ കാഴ്ചകളാണ്. പ്രകൃതി രമണിയാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മളിന്ന് ഒസാക്ക, ജപ്പാൻ്റെ ടോക്കിയോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിറ്റിയാണ് ഒസാക്കയിലാണ് വൈകുന്നേരം. നമ്മുടെ ഒരു ദോത്തംപുരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടൈം സ്ക്വയർ പോലെ അവിടെ നിയോൺ ലൈറ്റുകളൊക്കെ ഉള്ള അവിടെ നമുക്ക് കോബ മീറ്റ് കിട്ടും. കോബ മീറ്റ് കഴിക്കാം, അവിടുത്തെ സാക്ക കഴിക്കാം. അങ്ങനെ ഒരു സ്ട്രീറ്റാണ്, അതിന് വേണ്ടിയുള്ളൊരു ഒരു സ്ട്രീറ്റിലാണ് ഇന്ന് വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കുന്നത്. അങ്ങനെ ഈ മുഴുവൻ നീള ജപ്പാൻ്റെ ഈ ദിവസത്തെ ഫുൾ ഡേ പ്രോഗ്രാമാണ്. അതിന് ശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം, ഹിരോഷിമ അല്ലേ? ഹിരോഷിമയിലേക്ക് നമ്മൾ നാളെയാണ് എത്തുന്നത്. നാളെ വൈകുന്നേരം ഹിരോഷിമയിൽ എത്തും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പ്രകൃതി രമണിയുടെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും നമുക്ക്? ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്ററോളം നമ്മൾ ടോട്ടൽ ട്രാവൽ ചെയ്യും. ഓക്കെ. അപ്പം യാത്രകളും വാഹനങ്ങളും റോഡുകളും സുഖകരമായതുകൊണ്ട് അതെ, ഒന്നും അറിയില്ല. 300 കിലോമീറ്റർ ഓടിയൊന്നും ഒന്നും അറിയില്ല, അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഗംഭീരമായ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ചിട്ടയാണ്. അതായത് നടപ്പിലും എടുപ്പിലും എല്ലാം ഉള്ള ചിട്ടയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നതിനെ മാർച്ച് ചെയ്ത് പോകുന്ന പോലെ, കൃത്യമായിട്ട് ഉറുമ്പൊക്കെ പോകുന്ന പോലെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒഴുകി പരന്നു പോകും. ഇവിടെ കൃത്യമായിട്ട് ആ ലൈനിൽ കൂടെ ക്രോസ് ചെയ്ത് അങ്ങനെ അകത്തേക്ക് പോകുന്നതാണ്. ഏറ്റവും അധികം ദൈർഘ്യവും ഇവിടെയുള്ള അവരുടെ ചിട്ടയായ ജീവിതം. അതെ. പിന്നെ ഗ്രീൻ ടീ വളരെയധികം സ്വാധീനം. അതെ. ഇവിടെ ആൾക്കാർ 86 വയസ്സാണ് ഇവരുടെ ഒരു ആവറേജ് ജീവിത ദൈർഘ്യം. നമ്മളവിടെ 86 വയസ്സിൽ ജീവിക്കും, പക്ഷേ കിടപ്പായിരിക്കുന്നുള്ളൂ. ഇവർ കിടപ്പല്ല, ഇവർ എഴുന്നേറ്റ് നടന്നുകൊണ്ട് തന്നെ ജീവിക്കും 86 വയസ്സ് വരെ. അപ്പോൾ എന്തായാലും അത്തരം കുറച്ച് കാഴ്ചകളെ പ്രവേശിച്ച ശേഷം നമുക്ക് ക്യോട്ടോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ക്യോട്ടോയിൽ എത്തിയിരിക്കുകയാണ്. ക്യോട്ടോയിൽ പ്രധാനമായിട്ട് 2 കാഴ്ചകളാണ്. ഒന്ന് ഈ കാണുന്ന പാലം, വളരെ പഴയ ഒരു പാലമാണ്. അതിവിടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത് കൂടാതെ ഇവിടെ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ട്. അത് രണ്ടുമാണ്. ഈ ക്യോട്ടോ ടോക്കിയോയ്ക്ക് മുമ്പ് 1000 വർഷത്തോളം ജപ്പാൻ്റെ തലസ്ഥാനമായിരുന്നു രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലം തൊട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്.
ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ എന്നൊക്കെ വിളിക്കാവുന്ന സ്ഥലമാണിത്. ഇവരുടെ പല ഭാഷയിൽ പോലും പല വ്യത്യസ്തകളുമുണ്ട്. അപ്പോൾ ഇവർ സ്വയം കുറച്ചൊരു എന്താ പറയേണ്ടത് സംസ്കാരത്തെ പറ്റിയൊക്കെ ഊറ്റം കൊള്ളുന്നവരാണെന്ന് പറയാം. ഈ ടോക്കിയോയിലൊക്കെ ഉള്ളവരെക്കാളും സാംസ്കാരികമായി മുന്നിലാണ് എന്ന് കരുതുന്നവരാണ് ഈ ക്യോട്ടോയിലുള്ളത്. നമ്മുടെ ഫോട്ടോ എടുത്തു തരികയാണ് 2 യുവതികൾ. എടുത്ത ഫോട്ടോ ബെന്നി പരിശോധിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ ഒരു പടം എടുക്കണമെന്ന്. അതെയാ, ഗുഡ്. ഇത് ശരിക്കും ഒരു ജാപ്പനീസ് രീതിയിൽ തന്നെ നിർമ്മിച്ച പാലമാണ്. ഞാൻ എത്ര വഴക്കോണെന്ന് ചിലപ്പോൾ കേട് പറഞ്ഞത് 100s of years എന്നാണ്. കൃത്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് കാണുന്നുമില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 10,000 വർഷം പഴക്കം കാണണമെന്നാണ്. കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം ആൾക്കാർ കിമോണയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ടോക്കിയോയിലൊന്നും കണ്ടില്ല. പക്ഷേ ഇവരുടെ ട്രഡീഷണൽ വസ്ത്രമായ കിമോണ ധരിച്ച ധാരാളം സ്ത്രീകളെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വിലയുണ്ട് കിമോണയ്ക്ക്. ഓ, ഇവിടുത്തെ തിരക്ക് ഒരു രക്ഷയിലുള്ളൂ. പഴയ ടൈപ്പ് സ്ട്രീറ്റ് അവിടുത്തെ സാമാന്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ എല്ലാവരും നടക്കുന്നത് ഈ ഒരു ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ടിയാണ്. 1 കിലോമീറ്ററോളം നടക്കണമെന്നാണ് അറിഞ്ഞത്. ഇതൊരു ടെമ്പിളാണ്. ടെൻryuji-zen ടെമ്പിൾ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നമ്മളിവിടെ വരും. ആദ്യം നമ്മുടെ ബാംബു ഫോറസ്റ്റിൻ്റെ ഇവിടെ വരും. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മാരകമായി പുക പോകുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ പാചകം ചെയ്യുമ്പോൾ പോകുന്നതിനേക്കാളും കൂടുതൽ പുക പോകുന്നുണ്ട്. അതെ, അതൊരു അട്രാക്ഷനായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ സൈക്കിൾ റിക്ഷ പോകുന്നു. ഇതിലാണ് നമ്മളിനി ബാംബുവിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് എഴുതിയിട്ടുണ്ട് പാത്ത് ഓഫ് ബാംബു. നല്ല തിരക്കാണ്. ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഈ വേലി ഉണ്ടാക്കിയിരിക്കുന്ന സാധനം നല്ല രസമുണ്ട്. പുല്ലുകൊണ്ട് ഇവിടം തൊട്ട് ബാംബു ഫോറസ്റ്റ് തുടങ്ങാണ്. അതൊരു ഗംഭീര കാഴ്ചയാണ്. ഒരു തരി വെയിലകത്ത് കിടക്കില്ല. പാലക്കാടൊക്കെ പന നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ശ്മശാനം. എല്ലാവരും വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു. ഒരലമ്പുമില്ല. സൈഡിലൊന്നും ഒരു ആൾ നല്ല പച്ചപ്പിന് നടുക്ക് സുഖസുന്ദരമായ നിദ്ര. ഇവിടെയാണ് ഇനിയിപ്പോൾ കനപ്പെട്ട രീതിയിൽ ബാമ്പുക്കൾ 진짜 멋있어.
ആയിരക്കണക്കിന് 10,000-കണക്കിന് ബാമ്പുക്കൾ ഒരു തരി വെയിൽ പോലും താഴേക്ക് വീഴാത്ത രീതിയിൽ തിങ്ങി നിൽക്കുകയാണ്. ഇനി ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിനുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഗൈഡ് വരേണ്ടതുണ്ട്. ചൂട് കാരണം ലാലും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ആ പാലത്തിലേക്ക് ഒന്ന് നടന്നു കയറിയാണ്. പാലത്തിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബോട്ടിങ് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യോട്ടോ എന്ന നഗരത്തിലെ നിജോ പാലസിന് മുന്നിലാണ്. നമ്മൾ ടോക്കിയോയിൽ വെച്ചൊരു പാലസ് കണ്ടിരുന്നു. അതായത് ടോക്കിയോ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്നതിന് മുമ്പ് ക്യോട്ടോ ആയിരുന്നു ഇവിടുത്തെ തലസ്ഥാനം. ആ സമയത്ത് രാജാവ് താമസിച്ചിരുന്ന വലിയൊരു കൊട്ടാരമാണിത്. 68 ഏക്കറാണ് മൊത്തത്തിൽ ഈ ഒരു വളപ്പിൻ്റെ വിസ്തീർണം. അതിനകത്ത് 85,000 സ്ക്വയർ ഫീറ്റിലാണ് കൊട്ടാരം നിലകൊള്ളുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു തടാകത്തിന് നടുവിൽ സാധാരണ നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങൾ കാണുന്ന പോലെ തന്നെ മതിൽക്കെട്ടിനുള്ളിലാണ് ആ വലിയ കൊട്ടാരമുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയാൻ കഴിയുന്നത് ഉള്ളിലേക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ ക്യാമറ പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കില്ല. ഏതായാലും ഒരു ഗംഭീര കാഴ്ചയാണെന്നാണ് പറയുന്നത്. ഇത് നിർമ്മിക്കപ്പെട്ടത് 1600-കളിലാണ്. 1629-ലാണ് ഈ ഒരു പാലസ് നിർമ്മിക്കപ്പെട്ടത്. അന്ന് ഈ ലോക്കൽ പ്രമുഖന്മാരോടും രാജാവ് ഈ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ പൈസ ആവശ്യപ്പെടുകയും അങ്ങനെ എല്ലാവരും കൂടി കൊടുത്ത പൈസ എല്ലാം കൂടെ വെച്ചാണ് ഈ ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ നിജോ കാസിലിൻ്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നല്ല ഗംഭീരമായൊരു ഗേറ്റ് കടന്നാണ് നമ്മൾ പോകുന്നത്. സ്വർണം പതിച്ച ഗേറ്റാണ്. നല്ല തകർപ്പൻ താടിയൻ ഗേറ്റ് കടന്ന് അങ്ങനെ പോകുന്നു. ഈ ഒരു മതിൽക്കെട്ടൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എനിക്കോ നമ്മളിവിടെ കയറുമ്പോൾ ഇതിൻ്റെ ഒരു ബ്രോഷർ കിട്ടും. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് എഴുതിയിട്ടുണ്ട്. മൊത്തം സ്വർണ്ണം കൊണ്ട് കളിയാണല്ലോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ വാതിൽ. ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം
ബി അല്ലേ? ആ ബി നമ്മൾ ബിയിൽ വെച്ചു. നമ്മൾ കയറാൻ പോവാണ്. ഫോട്ടോഗ്രാഫി അലൗഡല്ല, ഇവിടെ കൊണ്ട് തീർന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്കുള്ള ഈ ഒരു സ്ഥലം നമുക്കിനി അപ്രാപ്യമാണ്. ഇത് രാജാവ് ഇരുന്നിരുന്ന പ്രധാനപ്പെട്ട മുറിയാണ്. അവിടെയൊക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ബാക്കിലൊക്കെ കാണുന്ന പെയിൻറ്റിങ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഒരു പ്രതിമകൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന കോറിഡോറിനെ നൈറ്റിംഗേൽ കോറിഡോർ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം വെച്ചാൽ നമ്മളിത് നടക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കിളികളുടെ ശബ്ദം കേൾക്കും. ഈ തടിയിൽ നിന്നും കിളികളുടെ ശബ്ദം, അതായത് ലവ് ബേർഡ്സിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇൻറ്റൻഷണലി ചെയ്തതല്ലെന്നാണ് പറയുന്നത്. അത് ഇവർ ഈ തടി കൊണ്ട് നിർമ്മിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തടിയുടെ വേറാൻഡെയർ കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഏതായാലും ഇപ്പോൾ നൈറ്റിംഗേൽ കോറിഡോർ എന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു കോറിഡോറിനെ വിളിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ലവ് ബേർഡ്സിൻ്റെ ശബ്ദം പോലെ തന്നെ തോന്നും. നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഹാങ്ങിങ് ബെൽസ് ആയിരുന്നു. ഇപ്പോൾ ഹാങ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അടിച്ചാണ് നാട്ടുകാരെ കൂട്ടിയിരുന്നത്. ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ രാജാവ് മണിയടിക്കൂ ഓടി വരൂ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മളിതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്, ഒരു ഗാർഡൻ. അത് കൊട്ടാരത്തിൻ്റെ സൈഡിൽ തന്നെയാണ്. കൊട്ടാരക്കെട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇത് രാജാവും പരിവാരങ്ങളും ഭയങ്കര ഉലാത്തിക്കൊണ്ടിരുന്ന ഒരു ഗാർഡൻ ആയിരിക്കാം. എന്നാലും ഇവിടുത്തെ ഈ മരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇത് കട്ട് ചെയ്ത് നിർത്തുന്നതാണോ ഇങ്ങനെ ആകുന്നതാണോ എന്ന് ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ജപ്പാൻകാരെ പോലെ തന്നെ പൊക്കം കുറഞ്ഞ മരങ്ങൾ എവിടെ നോക്കിയാലും കാണുന്നത്. പിന്നെ ഈ ബോൺസായി കണ്ടുപിടിച്ച സ്ഥലമായതുകൊണ്ട് ഒരു പക്ഷേ ഇവരെന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ആക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ പൊക്കം കുറഞ്ഞ് എങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യെസ്. അപ്പോൾ കട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് കൊട്ടാരക്കെട്ടിൻ്റെ മറ്റൊരു സ്ഥലം, മറ്റൊരു വശം. ഈ കൊട്ടാരങ്ങൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് ഉൾഭാഗത്ത് കയറുമ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റിങ് ഇൻറ്റീരിയർ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങൾ പോലെ ഈ മേൽക്കൂരയാണ് ഏറ്റവും രസം. ഇവിടെ എല്ലാം നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ലേക്ക് ഇവിടെ എല്ലാം തുടരുന്നുണ്ട്, ഈ ഗാർഡൻ്റെ ഇടയ്ക്കൂടെയെല്ലാം. എന്തായാലും ഇതൊക്കെയാണ് നിജോ കാസിലിലെ കാഴ്ചകൾ. കെട്ടിടത്തിനേക്കാളും കൂടുതൽ ഗാർഡൻ എന്ന് പറയുന്ന ഇവിടുത്തെ രീതി അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ സ്ഥലങ്ങൾ മുഴുവൻ കെട്ടിടം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇവരൊരു വലിയ ഏരിയ ഗാർഡൻ അല്ലെങ്കിൽ പച്ചപ്പിന് വേണ്ടി കൊടുക്കുന്നു. ഇവിടെ ഈ ഒരു കെട്ടിടത്തിനകത്തൂടെയാണ് ഇപ്പോൾ ഈ ഒരു റോഡ് പോകുന്നത്. ഒസാക്ക നഗരമെത്തി കെട്ടിടത്തിനകത്തൂടെ പോകുന്നു. അതിൻ്റെ അകത്തൂടെ നമ്മൾ കടന്ന് അക്കരെ എത്തി. താങ്ക് യു. സെക്കൻഡ് വൺ. നാളെ എല്ലാവരും റെഡി ആയിട്ട് നോക്കണം. അതിൻ്റെ മുകളിലൊന്ന് കാണാം. നമ്മൾ ഒസാക്ക നഗരത്തിലെത്തിയിരിക്കുകയാണ്. ജപ്പാനിലെ എത്രാമത്തെ വലിയ നഗരം ബെന്നി? 3. ജപ്പാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. നമ്മളിനി ഇന്നും നാളെയും ഒസാക്കയിലാണുള്ളത്.
So Osaka is a city with a population of about 2.7 million. The third biggest cities in Japan, following Yokohama. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബെന്നിയോട് ചോദിച്ച അബദ്ധമായി. മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ്. As a population, this is the third, but this is because the surrounding prefectures, people coming to work. So the daytime population is number 2. Business people going for shopping. ഒസാക്ക സ്റ്റേഷനാണ് വലതുവശത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്. Osaka is located west of Kyoto. By train, you can reach to here by half an hour or 40 minutes from Kyoto, and by bullet train. അപ്പോൾ അതാണ് ഇവിടുത്തെ ഉള്ളത്. പിന്നെ നമ്മുടെ സിറ്റിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളുമാണ് നമ്മൾ കണ്ട പിന്നെ സ്കൈ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒസാക്ക കാസിൽ, ഇതൊക്കെ നാളെ വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും യാതൊരു വിശ്വാസമില്ലാത്ത ആളുകളും എന്താണ് പറയുക യാതൊരു വിശ്വാസമില്ലാതെ ആ റീജിയൻ അവർ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രധാനം. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളും ഒസാക്കയിലെ ഏറ്റവും മനോഹരമായ കോത്തമ്പുരി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് വിളിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കനാലുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുവഴി ബോട്ടൊക്കെ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയ ചെറിയ സ്ട്രീറ്റുകളും അതുപോലെ തന്നെ ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ഒക്കെ കാണാം. ഇതിനെ വിളിക്കുന്നത് ജപ്പാൻ്റെ ടൈം സ്ക്വയർ എന്നാണ്. അതായത് രാത്രിയായി കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ നിയോൺ ലൈറ്റുകളൊക്കെ വരും. അപ്പം ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിനെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിനി അതുവഴി ഒന്ന് നടക്കാൻ പോവാണ്. നല്ല തിരക്കുള്ള സ്ട്രീറ്റാണെന്നാണ് പറഞ്ഞത്. എൻ്റെ കൂടെ മിസ്റ്റർ സിയാസ്. പോവാം. നമ്മളങ്ങനെ ഗൗതംപുരിയിലേക്ക് കടന്നു. ഇവിടെ രസമുള്ളൊരു സംഭവം, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ ക്രാബ് ഇങ്ങനെ നിന്ന് കളിക്കുന്നു. ഹലുവ പോലെ പുറത്തു വരുന്നത്.
ബീഫിൻ്റെ പച്ച ബീഫ്. നമ്മളൊരു റെഡ് മീറ്റ് പീസ് ഓർഡർ ചെയ്താണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. Phone number 35. 5 minutes wait please. Okay. This one? Yeah. Oh. Okay. Oh, yeah. $10 to me. Soy sauce. Thank you for waiting. ありがとうございます。Thank you. Chopstick on the table. Yeah. എല്ലാവരും ഓരോ കുഞ്ഞ് പീസ് തരും. അപ്പോൾ ഇതാണ് കോബെ ബീഫാണ്. കോബെ ബീഫിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു വെള്ളൺ സാധനം അല്ല വാങ്ങിച്ചത്. കാരണം ഇതിന് തന്നെ ഒരു 600 രൂപയോളുണ്ട് ഈ കുഞ്ഞിക്ക പീസിന്. ഇത് വെള്ളണല്ല, പക്ഷേ ഇത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അലുവ പോലെ സോഫ്റ്റാണ്. ഇതിന് പിന്നെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നേരം വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിന് പുറത്ത് ഒരു സോസ് മാത്രം ഒന്ന് തേച്ച് വിടുന്നതാണ്. അതിൻ്റെ ടേസ്റ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. ആ ഇതല്ല സ്ട്രീറ്റ് അല്ലേ? അവിടെ എന്താ ലെഫ്റ്റിൽ കാണുന്നത് ടാക്സ് ഫ്രീ സ്റ്റോർ.